ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് സെം BSc ബോട്ടണി ഡിഗ്രി നവംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാം. ഓക്കെ, ജിംനോസ്പോം, പാലിയോബോട്ടണി, ഫൈറ്റോജോഗ്രഫി ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്താണ് സ്പർ ഷൂട്ട്? നമ്മൾ പൈനസിലുള്ളതാണ് സ്പർ ഷൂട്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതണം. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. മാക്സിമം ഇതിൽ നിന്ന് കിട്ടുന്ന മാർക്ക് 20 മാർക്കാണ്. ഓക്കെ, ഈ 12 ക്വസ്റ്റ്യൻ ഉണ്ടാവും. മാക്സിമം നിങ്ങൾക്ക് 20 മാർക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, പിന്നെ നീറ്റം ഈസ് കൺസിഡേർഡ് ആസ് ആൻ അഡ്വാൻസ്ഡ് ജീനസ് ഇൻ ജിംനോസ്പോം. കമൻറ്റ്. നീറ്റത്തിന് ജിംനോസ്പോമിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീനസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്താണ് ജനറ്റിക് ഡ്രിഫ്റ്റ്? ഓക്കെ, എന്താണ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് മാനോസൈലിക് ആൻഡ് പിക്നോസൈലിക് വുഡിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്താ പെട്രിഫൈഡ് ഫോസിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്രിഫിക്കേഷൻ, കംപ്രസ്ഡ് ഫോസിൽസ്, അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ആംപർ അതൊക്കെ. അപ്പോൾ പെട്രിഫൈഡ് ഫോസിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 6ാമത്തെ ക്വസ്റ്റ്യൻ റൈനിയയുടെ വാസ്കുലർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഒരു അക്കൗണ്ട് ചെയ്യാം. റൈനിയയുടെ വാസ്കുലർ സിസ്റ്റത്തിനെ കുറിച്ച് എഴുതാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ വരുന്നത് സൈക്കസിൻ്റെ ഡിപ്ലോസൈലിക് കണ്ടീഷനെ കുറിച്ച് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഏജ് ഏരിയ ഹൈപ്പോതസിസിനെ കുറിച്ചിട്ടൊരു അക്കൗണ്ട്. പിന്നെ ഡാർവിനിസത്തിൻ്റെ മേജർ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്? എന്താണ് വികാരിസം? പിന്നെ വരുന്നത് ഗ്ലേസിയേഷൻ്റെ കോമൺ ആയിട്ടുള്ള കോസസ് എന്തൊക്കെയാണ്? പിന്നെ അലോപാട്രിക് ആൻഡ് സിംപാട്രിക് സ്പീഷീസിനെ കുറിച്ചിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ. ഇത് റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഈ അലോപാട്രിക് ആൻഡ് സിംപാട്രിക് നമ്മൾ കഴിഞ്ഞതിലും കണ്ടിട്ടുണ്ടായിരുന്നു. 2024 ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി സെക്ഷൻ ബിയിൽ വരുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമ്മുടെ പൈനസിൻ്റെ നീഡിൽ അതിൻ്റെ ഡയഗ്രാം വെച്ചിട്ട് അതിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ലെപിഡോഡെൻഡ്രോണിൻ്റെ മോർഫോളജീനെ പറ്റിയിട്ട് എന്താണ് ഒരു അക്കൗണ്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ സൈക്കസിൻ്റെ ഓവ്യൂള് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ആ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കൂടുതൽ നമ്മൾ ആ പിക്ചറും കൂടി വരച്ചാൽ കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് ഫൈറ്റോജോഗ്രഫിക്കൽ, ഇന്ത്യൻ്റെ ഫൈറ്റോജോഗ്രഫിക്കൽ സോൺസിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതുക. പിന്നെ വരുന്നത് ജനറ്റിക് വേരിയബിലിറ്റി. ഓർഗാനിക് എവല്യൂഷൻ്റെ സമയത്ത് ഓർഗാനിസത്തിൽ ഉണ്ടായിട്ടുള്ള ജനറ്റിക് വേരിയബിലിറ്റി എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ജനറ്റിക് വേരിയബിലിറ്റി ഓർഗാനിസത്തിൽ ഓർഗാനിക് എവല്യൂഷൻ്റെ സമയത്ത് ഉണ്ടാവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ സ്പീസിയേഷൻ്റെ മെക്കാനിസത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. അതുപോലെ തന്നെ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറീനെ കുറിച്ചിട്ട് എഴുതാനാണ്. ഇത്രയാണ് ബി സെക്ഷനിൽ വരുന്നത്. ഇനി സി സെക്ഷൻ നോക്കുകയാണെങ്കിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ജിംനോസ്പോം, അതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ജിംനോസ്പോമിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ വരുന്നത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് നീറ്റം വിത്ത് ഡയഗ്രാംസ്. നീറ്റത്തിൻ്റെ വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാം, ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ 2 ക്വസ്റ്റ്യനാണ് 10 മാർക്കിൻ്റെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് കടന്നു പോയതാണ്. ഓക്കെ, ഫർദർ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ പോർഷൻ്റെയും വീഡിയോസ് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.